ഇടക്കൊച്ചി NM നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡിലെ നിക്ഷേപകരുടെ കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപം തിരിച്ചു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ബ്രാഞ്ച് മാനേജർമാരുടെ ധർണ സംഘടിപ്പിച്ചു. കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകളിലെ മാനേജർമാരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. NM നെടുമ്പറമ്പിൽ നിധി നെറ്റ്സ്റ്റാർ ഗോൾഡ് ലോൺ സ്ഥാപനത്തിൽ സ്ഥിര നിക്ഷേപം നടത്തി കാലാവധി കഴിഞ്ഞിട്ടും തുക തിരികെ നൽകാത്തതിൽ ബ്രാഞ്ച് മാനേജർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഇടക്കൊച്ചിയിലെ ഹെഡ് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകളിലെ മാനേജർമാരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. എൻ്റെ പേര് KM ചെറിയാൻ എന്നാണ്. ചീഫ് മാനേജർ തിരുവല്ലയാണ്. അതായത് ഞങ്ങൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്ന മെച്ചോർഡ് FD ആയിട്ടുള്ള തുക കിട്ടാൻ വേണ്ടി ആണ് ഇവിടെ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. ഏതാണ്ട് 100 പരം ബ്രാഞ്ചസ് നമ്മുടെ ഇപ്പോൾ ഉണ്ട്, അവർക്ക് നിലവിലുണ്ട്. പക്ഷേ അതിൽ പകുതിയും ക്ലോസ്ഡാണ്. ഏതാണ്ട് 100 കോടിയിൽ അധികം രൂപ നമ്മൾ സമാഹരിച്ച് ഈ കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. 100 കോടിയിലധികം രൂപ. അത് എന്ന് കൊടുക്കുമെന്നുള്ള ഒരു ഉറപ്പ് തരാൻ വേണ്ടി ഇതിൻ്റെ MDയും ചെയർമാനും ദൈവത്തെ ഓർത്ത് മുന്നോട്ട് വന്ന് അതൊന്ന് അനൗൺസ് ചെയ്താൽ മതി. ഞങ്ങൾ ഒരു കേസിനും പോകുന്നില്ല, ഒരു വഴക്കിനും പോകുന്നില്ല. 100 കോടിയിലധികം ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് തുകയും പലിശയും നൽകാതെ പറ്റിക്കുകയാണെന്നാണ് ജീവനക്കാരുടെ ആരോപണം. എൻ്റെ പേര് ഭാസി, ഞാൻ നിലമ്പൂർ ബ്രാഞ്ച് മാനേജറാണ്. നിരവധി ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അവിടെ. ആ തുകകൾ ഒരു വർഷമായിട്ട് മെച്ചൂർഡായിട്ടും തിരിച്ചു കൊടുക്കുന്നില്ല. ഇവിടുത്തെ ചെയർമാനും MDയും ഞങ്ങൾ അവരെ കണ്ടിട്ട് 4 മാസത്തോളമായി. അവരാരും പുറത്തു വരുന്നില്ല. ഹെഡ് ഓഫീസ് അവർ അടച്ചു ഇട്ടേക്കാണ്. സ്റ്റാഫുകളെ ഒരു കാരണവുമില്ലാതെ ശമ്പളം കൊടുക്കാതെ നിർത്തിയിരിക്കുന്നു. അത് ആ ബ്രാഞ്ചുകളിൽ ഓഫീസ് റെൻറ്റ് കൊടുക്കുന്നില്ല. എങ്ങനെയെങ്കിലും സ്വയം അടഞ്ഞു പൊക്കട്ടെ എന്നുള്ളൊരു ധാരണയിലാണ് അവരിപ്പോൾ പ്രവർത്തിക്കുന്നത്. കൂടാതെ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് 6 മാസമായി ശമ്പളം ലഭിക്കുന്നില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. നിക്ഷേപകർക്ക് എന്ന് പണം തിരികെ നൽകുമെന്ന് MDയും ചെയർമാനും ഉറപ്പു നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. 2 വർഷത്തിൽ അധികമായി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഞാനിത് വിഡ്രോ ചെയ്യാനായിട്ട് നോക്കിയതാണ്. പക്ഷേ എൻ്റെ ബ്രാഞ്ചിലുള്ളതായിരിക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ശരിക്കും കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് 1 വർഷം കൂടി ഇടാൻ പറഞ്ഞു. അതിനനുസരിച്ചാണ് ഞാൻ വീണ്ടും 1 വർഷം കൂടെ റിന്യൂ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഇത് വിഡ്രോ ചെയ്യാനായിട്ടിരുന്നതാണ്. 2 വർഷം മറ്റു കാരണങ്ങളാണ്. 2 വർഷമായിട്ട് മനസ്സിലാവും. ബിൽഡിംഗ് ഓണർ കൂടിയാണ്. എപ്പോൾ ചോദിച്ചാൽ മാനേജർ വെച്ചാൽ ബെല്ല് തരട്ടെ എന്ന് പറയും. ഞാൻ ഈ നെടുമ്പറമ്പിൽ ഫൈനാൻസിൻ്റെ ഓണർമാരെയും അപ്പനെയും മകനെയും ഒന്ന് കാണിച്ചു തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ ബിൽഡിങ്ങിൽ തന്നെ വന്നിട്ട് 10 വർഷമായി. ബിൽഡിങ്ങിൽ തന്നെ വന്നിട്ട് ആർക്കും തോന്നിട്ട്. അപ്പം അന്നേരം തൊട്ട് ഞങ്ങൾ ഡെപ്പോസിറ്റ് ഉണ്ട്. ഇപ്പം 3 വർഷമായിട്ട് വിഷയമാണ് ഈ നെറ്റാൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ആക്കിയ പിന്നെയാണ്. നെടുമ്പറമ്പിലായിരുന്നു കുഴപ്പമില്ലായിരുന്നു. നെറ്റാൻ ആക്കിയ പിന്നെയാണ് വിഷയമെല്ലാം ഉണ്ടായത്. പേര് മാറ്റിയപ്പോഴാണ് വിഷയമായത്. മെച്യൂറായിട്ടുള്ള FD തരുന്നില്ല. അതേപോലെ തന്നെ പലിശ നമുക്ക് തരേണ്ടത് ഇതുവരെ തരുന്നില്ല. ഇപ്പോൾ ആർക്കും ഇവിടെ ഏത് ബ്രാഞ്ചിലായാലും അവർ കൊടുക്കുന്നില്ല. ഇവിടെ ഡെപ്പോസിറ്റേഴ്സായിട്ട് ഇപ്പോൾ മൊത്തമായിട്ട് ഇവർ പറയുന്ന ഒരു 100 കോടി അടുത്ത് ഇവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. എല്ലാ ബ്രാഞ്ചിലും കൂടി ഒരു 100 കോടി അതിന് മേളിലോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ബ്രാഞ്ച് മാനേജേഴ്സ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഒരു ടീഷർട്ട് വെറും 140 രൂപയല്ലേ ഉള്ളൂ. 3 ജീൻസിന് വെറും 999 രൂപയല്ലേ ഉള്ളൂ. ഷോർട്സ് 99 രൂപ, സ്ലിപ്പർ 99 രൂപ, 2 ഷർട്ടിന് വെറും 740 രൂപയുള്ളൂ. ഏറ്റവും പുതിയ ചുരിദാർ സെറ്റുകൾ അഫോർഡബിൾ പ്രൈസ്. അങ്ങനെ സോൾട്ട് ഫാഷനിൽ എല്ലാ ഓഫറാണ്. ദ സോൾട്ട് ഫാഷൻ.